പ്രാർത്ഥനയുടെ ദിവസം കർത്താവിനെ സഹായിക്കട്ടെ. നിങ്ങളുടെ സമയം കൊണ്ട് ദാസൻ ഡോക്ടർ നമ്മൾ ദൈവത്തിൽ സംസാരിക്കും. Praise God in English and Malayalam. So there is no translation. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവേ, അവനെന്നും മതിയായവേ, എന്റെ യേശു എത്ര നല്ലവേ, അവനെന്നും മതിയായവേ, എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയാൽ നൽകിടുന്ന എന്റെ യേശു എത്ര നല്ല. കരങ്ങൾ ഉയർത്തി നമുക്ക് പാടാം. എല്ലാം സമൃദ്ധിയാൽ നൽകിടുന്ന എന്റെ യേശു എത്ര നല്ല. ഒന്നുകൂടെ, എല്ലാം സമൃദ്ധിയാൽ നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. കർത്താവേ, നീ എത്ര നല്ലവൻ. പറഞ്ഞാലും പാടിയാലും തീരാത്ത വിധത്തിൽ നീ വലിയ ദൈവമാണല്ലോ. ഞങ്ങൾക്ക് നിന്നെ സേവിപ്പാൻ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ദൈവം തട്ടി ഉണർത്തണമേ. പുതിയ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വിഷയത്തിൽ ഇന്ന് രാവിലെ ഒരു ഹോപ്പ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്കൊരു പുതിയ എൻകറേജ്മെന്റ് തരുവാൻ തരണമേ. ഇന്ന് ആരെങ്കിലും ഡെസ്പറേറ്റ് ആയിട്ടൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ, അവർ വലിയ ഹോപ്പോടുകൂടെ ഈ ഹോല് വിട്ടിറങ്ങുവാൻ ദൈവം സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാവിലെ ഇവിടെയുള്ള എല്ലാ ദൈവമക്കളോടും കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രിയപ്പെട്ടവരെയും വളരെ വർഷങ്ങളായി പരിചയമുള്ള പാപ്പിച്ചാന് മറ്റും പാസ്റ്റർ പലരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ തോമസ് ബ്രഹ്മമായിട്ട് വർഷങ്ങളെ ഇവിടെ വന്നപ്പോൾ തൊട്ട് പരിചയം ഉണ്ട്. അമേരിക്ക വന്ന നാൾ തൊട്ട് പരിചയമുണ്ട്. വിശേഷാൽ പ്രിയ സൈമോനും ഷൈനുമോനും കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്റെ വൈഫ് പറഞ്ഞതുപോലെ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം ഇന്ത്യയിലായിരുന്നു. കോട്ടയത്ത് ഒരു ആരാധനയിൽ പാസ്റ്ററായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു സെമിനാരിയിൽ ദൈവം പഠിപ്പിക്കുവാൻ കഴിഞ്ഞ 2 വർഷം ദൈവം ഇടയാക്കി തീർത്തു. അത് ഏറ്റവും നല്ല അനുഭവമായിരുന്നു. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ യാത്ര ചെയ്യുവാൻ, കർത്താവിനെ സാക്ഷിക്കുവാൻ, അനേകരെ ദൈവം വിടുവിക്കുന്നത് കാണുവാൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ദൈവം നിങ്ങൾക്ക് സഹായിച്ചു. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. Let's come back to the word of God. According to Luke chapter 1 verse 37. Someone please help me in reading those words either in Malayalam or in English, please. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ആമേൻ. For nothing will be impossible with God. നമുക്കെല്ലാം ഇന്ന് രാവിലെ ഒന്നിച്ച് ആ വാക്യം ഒന്ന് പറയാം. For nothing is impossible with God. Can you give your hand to your neighbor and tell your neighbor, brother, sister, nothing is impossible with God. അടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞു വിശ്വാസത്തോട്, നല്ല പ്രത്യാശയോട്, ചിരിച്ചോണ്ട്, ധൈര്യമായി പറഞ്ഞാൽ ദൈവത്തിന് ഒരു കാര്യവും
സത്യമല്ല. സ്തോത്രം. ഇവിടെ ഇരുന്നൊരു 10 പ്രാവശ്യം പറയാമെങ്കിൽ ഇന്ന് വിടുതൽ ഈ ബെഞ്ചയിൽ തന്നെ നടക്കും. ദൈവത്തിന് Praise the Lord. Hallelujah. Amen. Before you wake up or get up from the bed, amen. If you say, repeat 10 times this verse, amen, something going to happen in your life. Amen. And after the lunch, do the same thing 10 times, minimum 10 times. And before you go to bed, also do the same thing. Nothing is impossible with God. And when you drive the car and when you go to college and office and working places, please do so. You definitely will see the miracle of God. Hallelujah. Amen. ഇത് ജീവിതത്തിൽ 10 പ്രാവശ്യം പറഞ്ഞ് രാവിലെ എഴുന്നേക്കാമെങ്കിൽ അത്ഭുതമായി വീട്ടിൽ നടക്കും. Praise the Lord. രാവിലെ എഴുന്നേറ്റ് വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് ഇത് 10 പ്രാവശ്യം പറയണം. സ്തോത്രം. ആമേൻ. ഭാഗ്യവാന്മാരെ മുഖത്തൊക്കെ നോക്കി, ആമേൻ, കുറ്റം പറയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം അസത്യമല്ലെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്ക്. 10 ഗുളിക തിന്നുന്നതിന് എഫക്റ്റാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സൂചിച്ചാട്ടെ. സമായോഗത്തിന് വന്ന് സൂചിച്ചില്ലേ പിന്നെ ഇവിടെ സൂചിക്കുന്നത്. സ്തോത്രം. Praise the Lord. We are here to worship and give thanks and praises unto the name of the Lord. സ്തോത്രം. കാരണം ഇനി അടുത്ത ഞായറാഴ്ച ഇവിടെ വരുമെന്ന് ഒരു ഉറപ്പുമില്ല. സ്തോത്രം. Praise the Lord. ആമേൻ. ഇവിടെ വന്നതിന്റെ കൃപയാണെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അടുത്ത പോയ ട്രെയിലറുകാരനും ട്രക്കുകാരനും ഒരു വീൽ ഇച്ചിരി ഒന്ന് കയറിപ്പോയെങ്കിൽ ഇവിടെ വരത്തില്ലായിരുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് കാലേ നിൽക്കാൻ കഴിഞ്ഞത്, സ്ട്രോക്ക് വരാതെ നിൽക്കാൻ കഴിഞ്ഞത് ഒരു ദൈവകൃപയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ ഒന്ന് സൂചിച്ചാൽ ഉറക്കേണ്ടത്. ലോകത്തിന് വന്ന് ഉറക്കെ ഒന്ന് സ്തുതിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യാമെങ്കിൽ അത് തന്നെ ഒരു സൗഖ്യമാണ്. ചില ആളുകൾ വരുമ്പോൾ വലിയ മനപ്രയാസത്തോട് മസിൽ പിടിച്ചായിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്കൊരു കുത്തവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ വിടുതലോടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും. അതൊരു അനുഗ്രഹമാണ്. സ്തോത്രം. ആമേൻ. ഒരു പ്രാവശ്യം കൂടെ ആ വാക്ക് എന്നോട് ചേർന്ന് പറയാമോ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പാട്ട് പാടിയല്ലോ. ആമേൻ. ഒന്നും ദൈവത്തിന് അസാധ്യമല്ല. എല്ലാം നമ്മുടെ മാനുഷിക ബ്രെയിനിന്റെ അകത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. That is not going to happen. That is not going to happen. That is not going to happen. Amen. But because we do believe in an almighty God, we must say nothing is impossible with God. Hallelujah. Hallelujah. Amen. അതൊരു വലിയ എല്ലാ പോയിന്റും നിങ്ങൾ മറന്നുപോയാൽ ഇത് മറക്കല്ലോ. ഇന്ന് വീട്ടിൽ ചെന്നോ ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ കൈ ഓർത്ത് പിടിച്ച് ഇതൊന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറാമെങ്കിൽ ആ വീട്ടിൽ വലിയ അത്ഭുതമാണ്. കടഭാരം മാറും. സ്തോത്രം. ജോലിക്ക് ദൈവം ഒരു വഴി തുറക്കും. Praise the Lord. അടഞ്ഞത് ദൈവം പിടിച്ചു തുറക്കും. കാരണം ദൈവത്തിന് അസാധ്യമായ ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നവരാണ്. It is not a story, but we experience